ബെറ്റിംഗ് ആപ്പുകൾ പ്രോത്സാഹിപ്പിച്ചതിൽ സിനിമാ താരങ്ങൾക്കെതിരെ കേസെടുത്ത് തെലങ്കാന പോലീസ്. റാണ ദഗുപതി, വിജയ് ദേവരകൊണ്ട, പ്രകാശ് രാജ് ഉൾപ്പെടെ 25 പേർക്കെതിരെയാണ് കേസെടുത്തത്. മുഹമ്മദ് റഹീസ് ചെന്നൈ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. റഹീസ്, പരസ്യം വെറും വരുമാനം മാത്രമായി കാണുന്ന ഈ നടന്മാർക്ക് അല്ലെങ്കിൽ താരങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാകുന്നു ഈ കേസ്. എന്താണ് വിശദാംശം? സുഹേൽ, നേരത്തെ തന്നെ ഈ തെലങ്കാന സർക്കാരും സിനിമാ താരങ്ങളും തമ്മിലുള്ള പോര് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ പുതിയൊരു കേസ് വന്നിരിക്കുന്നത്. നിലവിലിപ്പോൾ PM പനീന്ദ്ര ശർമ്മ എന്ന ബിസിനസ്സുകാരൻ നൽകിയ കേസിന്മേലാണ്, ആ ഒരു പരാതിയിന്മേലാണ് ഇപ്പോൾ ഇവരെ പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ വിജയ് ദേവരകൊണ്ട വരുന്നു, ഒപ്പം തന്നെ റാണ ദഗുപതി വരുന്നു, മഞ്ജു ലക്ഷ്മി വരുന്നു, നിധി അഗർവാൾ വരുന്നു. അങ്ങനെ പലരും ചേരുന്ന ഇവരെയൊക്കെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ നിരുത്തരവാദിത്വപരമായി ഈ ഒരു പരസ്യം നൽകി ഒരുപാട് പേരുടെ പണം നഷ്ടമായതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു ആവശ്യം. അപ്പോൾ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം, നിലവിലുള്ള രാജ്യത്തെ ചൂതാട്ട നിയമം ഇവർ ലംഘിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ ഇവർ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പല പ്രൊമോഷനുകളും നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും സോഷ്യൽ മീഡിയ താരങ്ങൾക്കൊക്കെ ഇപ്പോൾ പൂട്ടുവേണ്ടിയിട്ടുണ്ട്. അവരിൽ പലരെയും ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി വലിയ മീനുകളെ എപ്പോൾ കസ്റ്റഡിയിലെടുക്കും, എപ്പോൾ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യമൊക്കെയും കണ്ടറിയണം സുഹൈൽ. ശരി, സദുദ്ദേശമാണോ അതോ തെലങ്കാനയിലെ രാഷ്ട്രീയ വൈര്യത്തിന്റെ, സിനിമാ മേഖലയും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള വൈര്യത്തിന്റെ കൂടി ഒരു പ്രതികാര നടപടിയാണോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു.